2009 മോഡൽ ഹുണ്ടായി i10 എറയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് AC പവർ ഷെയറിംഗ്, 2 ഡോർ പവർ വിൻഡോയാണ് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം, അത് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവേഴ്സ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 64,000 കിലോമീറ്റർ മാത്രം ഓടിയ, അത്യാവശ്യം ആവറേജ് ടയർ കണ്ടീഷൻസും കാര്യങ്ങളുള്ള, അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിയുള്ള, വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു വാഹനമാണ്. മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും വാഹനങ്ങളിലുണ്ട്. അത് നമ്മൾ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആയിട്ടല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമർക്ക് വേണ്ട രീതിയിലുള്ള നെഗോസിയേഷൻസോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പോകാം നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക്. മോഡൽ വാഗണാർ LX ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു 74,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ഒരു വാഗണാർ. ഇപ്പോൾ 2006 പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും അതിൻ്റെ പേപ്പർ ഇപ്പോൾ തീരാനായില്ല. ഇത് കറക്റ്റ് ഇനി ഒരു 7-8 മാസവും കൂടെ നിലവിൽ ഇതിന് പേപ്പർ വാലിഡിറ്റി വരുന്നുണ്ട്. ഇൻഷുറൻസ്, ടാക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി അടുത്ത വർഷം 2026 സെപ്റ്റംബർ മാസം വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും വരുന്ന വാഹനമാണ്. നീറ്റ് ആൻഡ് ഫാമിലി യൂസ് ചെയ്യണമെന്ന ഒരു വാഹനമായതുകൊണ്ട് അധികം തന്നെ വർക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി റീടെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അധികം പെയിൻറ്റിങ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനുണ്ടാവില്ല. ഇതിലും നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റായിട്ടില്ല, നമുക്ക് ഓൺ ടേബിളിൽ ഇത് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു നെഗോസിയേഷനൊക്കെ നമുക്ക് ആവാം. അപ്പോൾ നമുക്കത് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടകം ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ മുതൽ എല്ലാ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സർവീസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ പാർക്ക് ആൻഡ് സൈഡിലുള്ള സംവിധാനമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് വിലയ്ക്ക് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അത് നമ്മളെടുക്കും. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്, എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക് യു.